1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ശതാഭിഷക്ത നിറവിൽ നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ ചെയർമാൻ പി.ജെ. ജോസഫിന് 84 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. കേരള ചരിത്രത്തിൽ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചത് ഈ നേതാവാണ്. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലത്ത് സയൻസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്ക് ക്ഷാമം നേരിട്ടപ്പോൾ +2 എന്ന മഹത്തായ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് പി.ജെ. ജോസഫാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയേറെ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയ ഒരു മാറ്റമാണ് പി.ജെ. ജോസഫ് കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ 36.5 വയസ്സിൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയി എന്നുള്ള ചരിത്രവും ഇന്നും പി.ജെ. ജോസഫിൽ നിലനിൽക്കുകയാണ്. BNBC നിലവാരത്തിൽ കേരളത്തിലെ റോഡുകൾ ടാർ ചെയ്യിച്ചതും പി.ജെ. ജോസഫാണ്. 4000 വീടുകൾ കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചതും പി.ജെ. ജോസഫാണ്. കേരള രാഷ്ട്രീയത്തിലെ കാരണവരല്ല, കുലപതി അതുമല്ല, അതിനൊക്കെ അപ്പുറമുള്ള വലിയ ഒരു മനുഷ്യനായ കേരളത്തിന്റെ സ്വന്തം പി.ജെ. ജോസഫ് ജൂൺ 28-ന് ശതാഭിഷേക നിറവിൽ ആയപ്പോഴും ചെറുപ്പത്തിന്റെ പ്രസരിപ്പ് ഒട്ടും വിടാതെ നിറപുഞ്ചിരിയുമായി മുന്നോട്ട് നീങ്ങുന്നു. ഓരോ ദിവസവും ഓരോരോ നന്മകൾ ചെയ്തും തൊടുപുഴയിലെ ജനനായകനായി, അല്ല കേരളത്തിന്റെ പ്രിയപുത്രനായി. അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷമാക്കി നടത്തുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ലെങ്കിലും പാർട്ടി നേതാക്കളുടെ ആഗ്രഹത്തിന് കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. Happy birthday to you. Happy birthday to you. Happy birthday to you. കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫ് സാറിന് 84-ാം ജന്മദിനത്തിൻ്റെ എല്ലാ മംഗളാശംസകളും നേരുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവെന്ന നിലയിൽ പാർട്ടി കുടുംബത്തിന് മുഴുവൻ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. ഞങ്ങൾ സംസ്ഥാന നേതാക്കൾ എല്ലാവരും ചേർന്ന് പാർട്ടി ചെയർമാൻ പി.ജെ. ജോസഫ് സാറിനെ സംയുക്തമായിട്ട് ഇപ്പോൾ ഇവിടെ ആദരിക്കുകയുണ്ടായി. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് അഭിഷിക്തനാകുന്ന പി.ജെ. ജോസഫ് സാറ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിമാനമാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്. അദ്ദേഹത്തിന് ഇനിയും കർമ്മനിരതമായി പാർട്ടിയെ നയിക്കുവാൻ ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാർട്ടി നേതാക്കളായ ഫ്രാൻസിസ് ജോർജ് MP, മോൻസ് ജോസഫ് MLA, മുൻ MP-മാരായ PC തോമസ്, ജോയി എബ്രഹാം, മുൻ MLA-മാരായ തോമസ് ഉണ്ണിയാടൻ, ജോസഫ് പുതുശ്ശേരി, പാർട്ടിയുടെ സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശി പോൾ ഉൾപ്പെടെ നൂറുകണക്കിന് നേതാക്കൾ പി.ജെ. ജോസഫിന് ജന്മദിനാശംസകൾ നേരാൻ പുറപ്പുഴ പാലത്തിനാൽ കുടുംബത്തിൽ എത്തി. ശതാഭിഷക്തനാകുന്ന പി.ജെ. ജോസഫ് സാറിന് എല്ലാ മംഗളങ്ങളും നേരുകയാണ്. ദീർഘകാലം പൊതുരംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുകയും വിവിധ നിലകളിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ, സംസ്ഥാന ഗവൺമെൻറ്റിൽ മന്ത്രി, അതോടൊപ്പം തന്നെ വളരെ ഉത്തമനായ ഒരു കർഷകൻ എന്നുള്ള നിലകളിലെല്ലാം പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പാർട്ടികളും നേരുകയും എല്ലാവിധ ഈശ്വരാനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പദം ഒഴികെ മറ്റ് എല്ലാ വകുപ്പുകളും ഭരിച്ചിട്ടുള്ള ഔസേപ്പച്ചൻ മലയാളികളുടെ മനസ്സ് കീഴടക്കി മുന്നോട്ട് നീങ്ങുകയാണ്. എന്നും ജനങ്ങളുടെ ഇടയിൽ കഴിയുവാൻ ആഗ്രഹിക്കുന്ന പി.ജെ. ജോസഫ് എന്ന അമാനുഷിക മനുഷ്യൻ കേരളത്തിന്റെ പുരോഗതിക്ക് ചാർത്തിയിട്ടുള്ള വികസന കുതിപ്പ് ചെറുതൊന്നുമല്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനും കേരളത്തിലെ സീനിയർ രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള ബഹുമാന്യനായ പി.ജെ. ജോസഫ് സാറിൻ്റെ ശതാഭിഷേക നാളുകളിൽ അദ്ദേഹത്തിന് എല്ലാവിധ ജന്മദിനാശംസകളും നേരുകയാണ്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള ശതാഭിഷേക നാളിൽ ഒട്ടനവധിയായിട്ടുള്ള പാർട്ടി പ്രവർത്തകരും
സാമൂഹിക പ്രവർത്തകരും മറ്റ് സഹോദരന്മാരും ഒക്കെ തന്നെ പി.ജെ. ജോസഫ് സാറിനെ കണ്ട് അഭിനന്ദനം അറിയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ജോസഫ് സാറിന് എല്ലാവിധമായ ജന്മദിനാശംസകളും നേരുന്നു. 36 വയസ്സിൽ ആഭ്യന്തരമന്ത്രിയായി എന്ന റെക്കോർഡ് ഇന്നും മാറ്റിമറിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. 1970 നിയമസഭയിൽ എത്തിയ പി.ജെ. ജോസഫ് 10 തവണയാണ് തൊടുപുഴ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിൽ എത്തിയത്. ഇതിൽ 6 തവണയും മന്ത്രിയായി. 2 തവണ പാർലമെന്റിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടതിന്റെ കാരണം ഒരു പഠന വിഷയമായി തന്നെ എടുത്തു പി.ജെ. ജോസഫ് എന്ന ഈ വലിയ മനുഷ്യൻ. പി.ടി. തോമസിനോട് 1 തവണ തൊടുപുഴയിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീടുള്ള ഇങ്ങോട്ടുള്ള യാത്രയിൽ തൊടുപുഴ പി.ജെ. ജോസഫിനെ മാറോട് ചേർത്ത് പോവുകയാണ്. എളിമയോടെ എല്ലാവരെയും സ്വീകരിക്കുക എന്നുള്ളത് എല്ലാവരെയും കൊണ്ടും കഴിയുന്ന ഒരു കാര്യമല്ല. എന്നാൽ പി.ജെ. ജോസഫ് എന്ന ആ വലിയ മനുഷ്യനെ കൊണ്ട് അതിന് സാധിക്കും. കൃഷിയെ സ്നേഹിക്കുക, ഒപ്പം ഗാനങ്ങളെ സ്നേഹിക്കുക, അതാണ് അദ്ദേഹത്തിന് മറ്റൊരു കഴിവ്. പി.ജെ. ജോസഫിൻ്റെ ഭവനത്തിൽ നിന്നും ജിജു വൈക്കത്തുശ്ശേരി.